1981 ലാലേട്ടൻ കമ്മിറ്റ് ചെയ്ത കുറേ സിനിമകളൊക്കെ ഉണ്ട്. അതിൽ കൂടുതലും വില്ലൻ റോളുകളോ അല്ലെങ്കിൽ സൈഡ് റോളുകളോ ഒക്കെയാണ് കൂടുതൽ. കുറേ സിനിമകൾ ലാലേട്ടൻ 81 ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ലാലേട്ടൻ ഭാഗമായ സിനിമകൾ അതിൽ ഫാസിലിലെ തന്നെ മഞ്ഞുവിരിഞ്ഞപ്പോൾ ടീമിൻ്റെ തന്നെ സിനിമയായ ധന്യ, IV ശശിയുടെ അഹിംസ, പിന്നെ തേനും വയമ്പും, തകില് കൊട്ടാമ്പുറം, ഊതിക്കാച്ചിയെ പൊന്ന്, ഇങ്ങനെ കുറേ സിനിമകളാണ്. കുറച്ച് ഒരു 10ൽ താഴെ സിനിമകളാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സിനിമകൾ പറയേണ്ടത് ഒന്ന് അഹിംസ എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. കാരണം IV ശശി എന്ന് പറയുന്ന അന്നത്തെ ഒരു ടോപ്പ് കമേഴ്ഷ്യൽ ഡയറക്ടർ. കമേഴ്ഷ്യൽ എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു എന്താ പറയുക, മലയാളത്തിലെ തന്നെ ഒരു വലിയൊരു ഫിലിം മേക്കർ തന്നെയാണ്. അത് കമേഴ്ഷ്യലായാലും നല്ല കലാമൂല്യമുള്ളതായാലും എല്ലാം മികച്ച ഒരു ഡയറക്ടർ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പിലോട്ട് ലാലേട്ടൻ എൻ്റർ ആവുന്നത് എന്ന് തന്നെ പറയാം. അത് അഹിംസ എന്നുള്ള സിനിമയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സീമ, IV ശശിയുടെ ഭാര്യയും നടിയൊക്കെയായ സീമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് അഹിംസയുടെ ലൊക്കേഷനിലാണ്. അഹിംസയുടെ ലൊക്കേഷനിൽ സീമ വരുമ്പോൾ ലാലേട്ടൻ സ്വയം ഒന്ന് പരിചയപ്പെട്ടു, ഇങ്ങനെ ഞാൻ മോഹൻലാൽ എന്ന് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നീട് IV ശശിയുടെ എത്രയോ സിനിമകൾ, അപ്പോൾ മമ്മൂക്കയിലും ലാലേട്ടനായൊക്കെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ധന്യ എന്ന് പറയുന്നത് അത് മഞ്ഞുവിരിഞ്ഞ പൂക്കളുടെ ഡയറക്ടർ ഫാസിൽ വീണ്ടും ചെയ്യുന്ന സിനിമയിൽ അതിൽ ലാലേട്ടൻ ഒരു സെക്കൻഡ് ഹീറോ എന്ന് പറയാവുന്ന ഇതാണ്. അത് ലാലേട്ടൻ അഭിനയിച്ചു. പക്ഷേ ധന്യ അന്നത്ര വിജയമല്ലായിരുന്നു. എങ്കിലും ലാലേട്ടൻ അതിലും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ആ വർഷം ലാലേട്ടൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച, അതായത് മലയാള സിനിമ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു സിനിമയുടെ തുടക്കം കുറിച്ച് 81 ആ സിനിമ തൊട്ടടുത്ത വർഷമാണ് റിലീസ് ചെയ്തത്. അത് പടയോട്ടം എന്ന് പറയുന്ന സിനിമയാണ്. പടയോട്ടം ഒരുപാട് എന്താ പറയുക, ചരിത്രം പറയുന്ന സിനിമയാണ്. ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത സിനിമയാണ്.